തെരുവ് നായയുടെ കടിയേറ്റവർക്ക് ധനസഹായം നൽകാത്തതിനെ ചൊല്ലി മണ്ണാർക്കാട് നഗരസഭയിൽ ബഹളം. സഹായം നൽകാൻ സാങ്കേതിക തടസ്സമുണ്ടെന്ന് നഗരസഭാ സെക്രട്ടറി. നഗരസഭാ പരിധിയിൽ തെരുവുനായയുടെ കടിയേറ്റവർക്ക് 2000 രൂപ വീതം നൽകാൻ നവംബർ 6 ചേർന്ന നഗരസഭ കൗൺസിൽ യോഗം തീരുമാനിച്ചിരുന്നു. ഈ തീരുമാനം നടപ്പാക്കാത്തത് എന്താണെന്ന് കൗൺസിലർ കെ മൻസൂർ യോഗത്തിൽ ചോദിച്ചു. പണം നൽകാൻ സാങ്കേതികത്വം ഉണ്ടെന്ന് സെക്രട്ടറി കൗൺസിൽ യോഗത്തെ അറിയിച്ചതോടെ യോഗത്തിൽ ബഹളമായി. അധ്യക്ഷനാണ് സാമ്പത്തിക സഹായം നൽകാമെന്ന് ഉറപ്പു നൽകിയതെന്നും കൗൺസിൽ തീരുമാനിച്ച സഹായം നൽകണമെന്നും കൗൺസിലർ ആവശ്യപ്പെട്ടു. ഇവിടുന്ന് അപേക്ഷ തരാൻ പറഞ്ഞ് പിറ്റീസ് അന്ന് തന്നെ വൈകുന്നേരത്ത് അപേക്ഷ ആളുകൾ മുഴുവൻ കൊടുത്താണ്. നമ്മൾ പറഞ്ഞത് എന്താണ്, എല്ലാ ആളുകൾക്കും കടിയേറ്റ മുഴുവൻ ആളുകൾക്കും 3000 രൂപ വെച്ച് കൊടുക്കുക എന്ന് തീരുമാനിച്ചു. അപ്പൊ അത് നിർബന്ധമായിട്ടും കൊടുക്കണം. പക്ഷെ അതിന് സെക്രട്ടറി തടസ്സമുണ്ട്. അത് ഇതെന്നില്ല, നിങ്ങൾ പ്രഖ്യാപിക്കണ്ടേ? അല്ലെങ്കിൽ സെക്രട്ടറി അന്ന് കൗൺസിൽ ഉണ്ടായിരുന്നില്ലേ, ചെയർമാൻ ഉണ്ടായിരുന്നില്ലേ? അന്ന് പഠിക്കണ്ടേ? പഠിച്ചിട്ട് വേണ്ടേ പറയാനേ? ഇനി ആൾക്കാർക്ക് നമുക്ക് വാർത്ത തരാൻ പറ്റില്ല. പഠിക്കണല്ലോ, പഠിക്കണം. അന്ന് നിങ്ങൾ കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് ഈ കൗൺസിലിന് പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താ സെക്രട്ടറി പറയുന്നത് കൊടുക്കാൻ പഠിക്കണ്ടേ? ഒരു മിനിറ്റ്, നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചിട്ടല്ലേ ചെയർമാൻ ഇവിടെ 3000 രൂപ കൊടുക്കാന്ന് പറഞ്ഞത്? അന്ന് കൗൺസിലില് 3000 രൂപ കൊടുക്കുക എന്ന് പറയണമെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ പഠിക്കണ്ടേ? കാര്യങ്ങൾ പഠിക്കണ്ടേ? ഇത് ആളുകളെ ധൃതി പിടിച്ച് അപേക്ഷ വാങ്ങിയിട്ട് കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ ചെയർമാൻ ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. കൗൺസിൽ തീരുമാനം നടപ്പാക്കേണ്ടത് സെക്രട്ടറിയാണെന്നും എല്ലാവർക്കും സഹായം നൽകണമെന്നാണ് തന്റെയും കൗൺസിലിന്റെയും ആവശ്യമെന്നും അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ പറഞ്ഞു. അധ്യക്ഷന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തുക നൽകണമെങ്കിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കണ്ടെത്തുന്നതിനുള്ള നടപടികൾ സെക്രട്ടറിയാണ് തീരുമാനിക്കേണ്ടതെന്നും അധ്യക്ഷൻ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞത് ഞാൻ പറഞ്ഞോ? പറയാത്ത കാര്യങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് 100% ആ കടി കിട്ടിയ ആളുകൾക്ക് സാമ്പത്തിക സഹായം ചെയ്യണം എന്നാണ് കൗൺസിലിന്റെ തീരുമാനം. ആ തീരുമാനം നടപ്പാക്കേണ്ടത് സെക്രട്ടറിയാണ്. തീർച്ചയായിട്ടും അതന്നെയാണ് ഇപ്പോൾ പറയുന്നത്. അല്ലല്ല, കൊടുത്തിട്ട് എഴുതാം. ഞാൻ പറയുന്നത് കൊടുത്തിട്ട് എഴുതാം. ആദ്യം ഓൺ ഫണ്ടിൽ നിന്ന് ഈ ആളുകൾക്ക് ധനസഹായം കൊടുക്കണം. ഒഴിഞ്ഞു മാറി ഞാൻ കൊടുക്കില്ലെന്ന് പറഞ്ഞില്ല, കൊടുക്കാന്ന് പറഞ്ഞു. ഇനി ഞാനെന്തത് കൊടുക്കൂലെന്ന് പറയണതാണ് മനുഷ്യർ പറയുന്നത്. ഞാൻ മലയാളത്തിലല്ലേ പറയുന്നത്, കൊടുക്കണം. സെക്രട്ടറി പറയുന്നത് ഇത് സാമ്പത്തിക സഹായം കൊടുക്കണം ആളുകൾക്ക്. ഓൺ ഫണ്ടിൽ നിന്ന് കൊടുത്തിട്ട് റാറ്റിഫിക്കേഷൻ സർക്കാരിലേക്ക് എഴുതിയാൽ മതി. സാങ്കേതികത്വമുണ്ടെങ്കിൽ അത് പരിഹരിച്ച് സഹായം നൽകണമെന്നും ഇതിന്റെ പേരിൽ ബാധ്യത വന്നാൽ കൗൺസിലർമാർ ഏറ്റെടുക്കുമെന്നും CPM പാർലമെന്ററി പാർട്ടി നേതാവ് TR സെബാസ്റ്റ്യൻ പറഞ്ഞു. കൗൺസിൽ തീരുമാനത്തിന് അംഗീകാരം ചോദിച്ച് സർക്കാരിന് കത്തെഴുതാമെന്ന് C ഷഫീഖ് റഹ്മാൻ പറഞ്ഞു. സാങ്കേതികത്വം എങ്ങനെ പരിഹരിക്കാമെന്ന് പരിശോധിക്കുമെന്ന് സെക്രട്ടറി M സതീഷ് കുമാർ അറിയിച്ചു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി. കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാം 18 റോസ് ഗോൾഡ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.